ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനു ജെബിൻ ബ്ലോഗ്. അപ്പം ഇന്ന് എന്താ ദിവസം എന്നറിയാമോ അല്ലേ? ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതിയാണ് നമ്മുടെ അമ്മമാരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നല്ല, ഞങ്ങൾ പരിചയപ്പെട്ട് എത്ര നാളുണ്ടോ അത്രയും നാൾ ഞങ്ങൾ മണർകാടുകളിൽ പോയിട്ടുണ്ട്. നമ്മുടെ കോവിഡ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ വർഷവും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്താ വൈകിട്ട് ഇപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ടൈം 3 മണിയാകാൻ 10 മിനിറ്റ് കൂടെ കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാവേ. ഇന്ന് രാവിലെ തൊട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ. എൻ്റെ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. എനിക്കറിയില്ല, മനസ്സുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ കാണിച്ചു തരട്ടെ ആരാന്നുള്ള കാര്യം. ഇത് കണ്ടോ മാതാവ്. ഞാൻ മാതാവ് ഒരിക്കലും ജസ്റ്റ് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചു തരാവേ. ഒരു സെക്കൻഡ്. എന്തായാലും മണർകാട് പോവാണ്. അപ്പം ഭയങ്കരമായിട്ട് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. മേ ബി എന്തായാലും പോട്ടെ, പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പോകുന്ന വഴിക്കാണ്. കള്ളക്കൊണ്ട അവിടെ ഇരിക്കാതെ ബാ, നമുക്ക് പോവാം. എനിക്ക് ഉറപ്പാണ് അത് മനുഷ്യേട്ടാ എന്നുള്ള കാര്യം. നമുക്ക് ഞാൻ പോയിച്ചിട്ട് വരട്ടെ. ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് വിശ്വാസികളായ നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മേലുള്ള നിന്റെ ഞങ്ങളതേ പള്ളിയിലെത്തി കേട്ടോ. ഇപ്പോൾ പള്ളിയിലെത്തി ആദ്യമേ തന്നെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മഴ കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ കയറി. പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഴ കുറയും, അങ്ങനെയായിരുന്നു കേട്ടോ പള്ളിയിൽ. സത്യം പറഞ്ഞാൽ പള്ളിയിൽ ഒന്ന് ഒത്തിരി ആൾക്കാരായിരുന്നു. സത്യം പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അത്ര എനിക്ക് തിരക്ക് തോന്നിയില്ല കേട്ടോ. ഈ പ്രാവശ്യം ഈ മഴയുള്ളത് കാരണം ആയിരിക്കാം. പിന്നെ എന്താ പറയണ്ടേ, ഞങ്ങൾ കൈറക്ഷൻ ചെയ്ത പോലെ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി, മനുഷ്യൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പോലെ തന്നെ ഈ പ്രാവശ്യം ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടു. പിന്നെ അതിനുശേഷം എന്താ പറയണ്ടേ, ഞങ്ങൾ മുത്തക്കടി എടുത്ത്, ഞാനുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, അനിയൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പോയിച്ചിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഏകദേശം ഞാനും മനുഷ്യരുടെ ഒരുമിച്ച് കുടയൊക്കെ എടുത്ത് പോയതൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ കുറേ പേര് വന്ന് സംസാരിച്ചു, മിണ്ടി, അതൊക്കെ വലിയ സന്തോഷമായി കേട്ടോ. മോനെ വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വന്നു. എനിക്കത് വലിയ സന്തോഷമായി കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ പള്ളിയിലായിട്ട് പോലും എന്താ പറയണ്ടേ, നമ്മളെ അംഗീകരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം. ദൈവത്തിൻ്റെ തിരുനടയിലാണല്ലോ, അപ്പോൾ അവിടെ ആയത് കാരണം എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ പേഴ്സണലി പറയുകയാണെങ്കിൽ. പിന്നെന്താ, ഭയങ്കരമായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ അതിനുശേഷം കോട്ടയം ടൗണിലെത്തി. കാര്യം ഞങ്ങൾക്ക് മണർകാട് നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി നേരെ കോട്ടയം ടൗണിലെത്തി. ദെൻ കുറച്ച് ഇച്ചിരി ബാക്കിലാണ് നിർത്തി. പിന്നെ അവിടെ ഇപ്പം KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നേരെ വീട്ടിലേക്ക്, അടുത്ത ബസ് കയറി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് മുണ്ടാക്കി ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചങ്ങ് ദൂരമുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി. ഞങ്ങൾ ഏകദേശം ഒരു 10:15 കഴിഞ്ഞു കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, ബൈ. അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.